ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ബിജെപി പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് ചേരും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിന് ശേഷം പ്രഖ്യാപനം ഉണ്ടായേക്കും. ജഗ്ദീപ് ധൻകർ രാജിവെച്ച ഒഴിവിലേക്കുള്ള ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ആരെന്ന് ഇന്നറിയാം. ബിജെപിയിൽ നിന്ന് തന്നെ ഒരു നേതാവ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുമെന്നും സൂചനയുണ്ട്. കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ, ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ ബിജെപി ഉന്നത സമിതിയായ പാർലമെന്ററി ബോർഡ് യോഗം ചേരും. പാർട്ടി ദേശീയ ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന നേതാക്കളും പങ്കെടുക്കും. ചൊവ്വാഴ്ച NDA യോഗവും ചേരുന്നുണ്ട്. പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻകർ രാജിവെച്ചത്. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുതൽ കർണാടക ഗവർണർ എന്നിവരുടെ പേരുകൾ പ്രചരിക്കുന്നുണ്ട്. RSSനു കൂടി സമ്മതനായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും പ്രഖ്യാപിക്കുകയെന്നാണ് വിവരം. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ തിങ്കളാഴ്ച തീരുമാനിക്കും. ഇന്ത്യ സഖ്യ പാർട്ടികളുടെ പാർലമെന്ററി നേതാക്കൾ യോഗം ചേരുന്നുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.